നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നൗഫലാണ്. ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള അടിപൊളി ഒരു വ്യൂ പോയിൻറ്റിന് മുന്നിലാണ് കേട്ടോ. 1988 ഏപ്രിൽ 13 പ്രവർത്തനം ആരംഭിച്ച എയർപോർട്ടിൻ്റെ സവിശേഷതകളും അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ആരും പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ ആരും ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. ഗേറ്റ് ഓഫ് മലബാർ എന്ന പേരിലും കാലിക്കറ്റ് എയർപോർട്ട് എന്ന് കരിപ്പൂർ എയർപോർട്ടിനെ വിശേഷിപ്പിക്കാറുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ മേഖലകളിൽ ഉള്ള ആളുകൾ സേവനം ഉപയോഗിക്കുന്നു. അന്തർദേശീയ യാത്രക്കാരുടെ കണക്കെടുത്താൽ ഇന്ത്യയിൽ തിരക്കുള്ള 7ാമത്തെ വിമാനത്താവളം. മൊത്തം യാത്രക്കാരുടെ കണക്കെടുത്താൽ നോക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ തിരക്കുള്ള 12ാമത്തെ വിമാനത്താവളമാണ്. കേരളത്തിലെ 2ാമത്തെ തിരക്കേറിയ വിമാനത്താവളമാണ് കരിപ്പൂർ വിമാനത്താവളം. 1988 ഏപ്രിൽ 13 പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ ബോംബെയിലേക്ക് മാത്രമായിരുന്നു സർവീസ്. 1992 23 ആദ്യ അന്താരാഷ്ട്ര വിമാന സർവീസ് തുടക്കം കുറിച്ചത്. അതും UAEയുടെ പ്രധാന നഗരമായ ഷാർജയിലേക്ക് ആയിരുന്നു. ഇന്ത്യയുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അന്താരാഷ്ട്ര സർവീസ് നടത്തുന്നത്. 2006 ഫെബ്രുവരി 2 കരിപ്പൂർ വിമാനത്താവളത്തിന് UPA സർക്കാർ അന്താരാഷ്ട്ര പദവി നൽകുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കൂടുതൽ അന്താരാഷ്ട്ര കമ്പനികൾ കരിപ്പൂരിലേക്ക് സർവീസ് ആരംഭിച്ചു. ലോകത്തെ തന്നെ മികച്ച കമ്പനികളായ എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ഇത്തിഹാദ് എയർ, സൗദി എയർവേസ് തുടങ്ങിയ അനവധി കമ്പനികൾ കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തി തുടങ്ങി. 2002 മുതൽ B747 ഉപയോഗിച്ച് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് സർവീസ് നടന്നു വരുന്നുണ്ടായിരുന്നു. 2017-2018 കണക്കനുസരിച്ച് അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ കരിപ്പൂരിന് 7ാം സ്ഥാനമാണ് ഉള്ളത്. 2860 മീറ്റർ റൺവേ നീളമുള്ള കോഴിക്കോട് വിമാനത്താവളം നിലവിൽ കോഡ് D ലൈസൻസാണ് വിമാനമന്ത്രം നൽകിയിരുന്നത്. കരിപ്പൂർ ദുബായിൽ നിന്നും വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മഴ കാരണം റൺവേയിൽ നിന്നും തെന്നി മാറി 35 അടി താഴേക്ക് വീണ ഒരു ചരിത്രമുണ്ട്. ആദ്യ ലാൻഡിംഗ് പരാജയപ്പെടുകയും 2ാം ലാൻഡിങ്ങിൻ്റെ ദുരന്തം സംഭവിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ വിമാനങ്ങൾ 2ആയി പിളരുകയും ചെയ്തിരുന്നു. 2020 ആഗസ്റ്റ് 7 രാത്രി 8 മണിക്കായിരുന്നു ഈ ഒരു സംഭവം നടന്നത് തന്നെ. കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപത്തായി ഒട്ടനവധി ആളുകളാണ് ഇവിടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാൻ വരുന്നത്. അതുപോലെ തന്നെ കരിപ്പൂരിന് സമീപത്തായി കാണപ്പെടുന്ന മെരിവേൾഡ് പാർക്കും സ്ഥിതി ചെയ്യുന്നുണ്ട്. വൈകുന്നേരം സമയങ്ങൾ ഇവിടെ ജനങ്ങളുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഭാഗത്തായി പ്രദേശവാസികളുടെ ഷോപ്പുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടുതൽ ആളുകൾ വൈകുന്നേരം സമയങ്ങളിലാണ് വരാറ്. കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം ഇന്നും ജനങ്ങൾക്കൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.